അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പതിവ് പോലെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യയും കുട്ടികളും ചേർന്ന് സർപ്രൈസ് ഗിഫ്റ്റ് തന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ബർത്ത്ഡേ ജന്മദിനം മാർച്ച് 29-നാണല്ലോ. ഞാൻ വല്ലാതെ സന്തോഷിച്ചു. അങ്ങനെ ആ സർപ്രൈസ് ഗിഫ്റ്റ് ഞാനും മക്കളും കൂടി ചേർന്ന് അത് തുറന്നു നോക്കിയപ്പോൾ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മളോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് പെർഫ്യൂംസ്, അത്തർ. സാബി ഇൻസ്പയറിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരായ നാട്ടുകാർ അവരേറ്റെടുത്ത ഈ പെർഫ്യൂംസ് എൻ്റെ ഭാര്യ അങ്ങ് ദൂരെ നിന്ന് അത് വരുത്തിച്ച് എനിക്ക് ഗിഫ്റ്റ് തന്നു. ഞാൻ വല്ലാത്ത സന്തോഷത്തിലായി. ഞാൻ ആ സമയത്ത് ഓർത്തത്, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു സുഹൃത്ത് തൻ്റെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ സമയത്ത് കേക്ക് വാങ്ങി ആ കേക്ക് മുറിച്ച് തൻ്റെ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് പുരട്ടിക്കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. അല്പസമയത്തിനുള്ളിൽ ആ മുഖത്ത് പുരട്ടിക്കൊടുത്ത സമയത്ത് തൻ്റെ മൂക്കിലൂടെ ശ്വാസനാളത്തിലേക്ക് ആ കേക്കിൻ്റെ അംശം പ്രവേശിച്ച് ആ സുഹൃത്ത് ബർത്ത്ഡേ സമയത്ത് മരണപ്പെട്ടു പോവുകയാണ്. എന്തൊരു ആഭാസമാണ്! ഇസ്ലാം എന്തൊരു മതമാണ്! മതം പഠിച്ചവനും മതം പഠിക്കാത്തവനും ഒരുപോലെയാണോ എന്ന ഖുർആനിക വചനം എത്ര സുന്ദരമാണ്! നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് അവരെ കൊണ്ടുള്ള നഷ്ടം എത്രയാണെന്ന് ഇത്തരം വീഡിയോകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, ഓരോ മക്കളെയും രക്ഷിതാക്കൾ കൃത്യമായി അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം ധാർമ്മികമായ മതപരമായ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അവർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റിയിട്ട് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കാനും അവർക്ക് സമാധാനം നൽകാനും ഒരു ഭർത്താവിനെയും ഭാര്യയെയും ഉമ്മാനെയും ഉപ്പാനെയും സ്വന്തം മക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും എങ്ങനെ പരിഗണിക്കണമെന്നത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനാണ് ദീനീ സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് കേവലം ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് മതപരമായ വിദ്യാഭ്യാസവും നൽകാൻ ഓരോ രക്ഷിതാവും തയ്യാറാവുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ നല്ല പേരൻ്റായി മാറുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.